ഒരു നോമ്പുകാലം കൂടി വരികയാണ്. അപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് എൻ്റെ ഡയബറ്റിക് പേഷ്യൻസിനോടാണ്. അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുക നോമ്പ് തുറക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എന്ന് പറയുന്നത്. അതായത് നോമ്പ് തുറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാർച്ച് മാസത്തിൽ ഒക്കെയാണ്, ഫെബ്രുവരി മാർച്ച് മാസം ഭയങ്കര ചൂടുകാലത്താണ് വരുന്നത്. അപ്പം തീർച്ചയായും നിർജ്ജലീകരണം വരാനുള്ളൊരു വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആയ ഒരുപാട് വെള്ളം കുടിക്കാനുള്ള ഒരു ഇത് വരും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ദാഹം വരും. നമ്മളത് മൊത്തത്തിൽ ഫ്രൂട്ട് ജ്യൂസിലേക്ക് ആക്കിയിട്ട് മാറ്റരുത്. അതായത് ഡയബറ്റിക് രോഗികൾ ഹോൾ ഫ്രൂട്ടായിട്ട് പഴം മുഴുവനായി കഴിക്കണം എന്നുള്ളതാണ് ADAയുടെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നതിന് പകരം നിങ്ങൾ വെള്ളവും കാരക്കയൊക്കെ വെച്ചിട്ട് നോമ്പ് തുറക്കുക. കാരക്കേൻ്റെ ചീന്തുകൾ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തുറക്കുക. ഒരിക്കലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ എസ്പെഷ്യലി ഫ്രൂട്ട് ജ്യൂസുകൾ നിങ്ങൾ കഴിക്കരുത്. പഴങ്ങൾ കട്ട് ഫ്രൂട്ട്സ് ആക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതായത് ആപ്പിൾ, പേരയ്ക്ക, പപ്പായ, ചിക്കു ഇതൊക്കെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങൾ. ഇതൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ പഴങ്ങൾ എന്ന് പറയുന്നത് ചക്ക, മാങ്ങ, കൈതച്ചക്ക, വാഴപ്പഴം, അതിൽ നേന്ത്രപ്പഴമാണ്. നമ്മൾ റോബസ്റ്റ പഴം അത്രത്തോളം ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇല്ല. അപ്പോൾ ഇത്തരം സീതപ്പഴമൊക്കെ ഭയങ്കരമായിട്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതാണ്. ഇത്തരം പഴങ്ങളൊക്കെ അളവ് കുറയ്ക്കുകയോ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യുക. പൂർണ്ണമായിട്ട് കഴിക്കേണ്ട എന്നല്ല പറയുന്നത്, അളവ് കുറച്ച് കഴിക്കുക. അപ്പോൾ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നത് ഒഴിവാക്കാം. പിന്നെ എണ്ണക്കടികൾ നമ്മൾ പരമാവധി ഒഴിവാക്കാനായി ശ്രദ്ധിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണക്കടികൾ ഒഴിവാക്കുക. ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ലൈറ്റ് ആയിട്ടുള്ള നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇഫ്താറിലേക്ക് കിടക്കുന്ന സമയത്തും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് എണ്ണ അംശങ്ങളുള്ള, നമുക്കറിയാം ബിരിയാണി, മന്തിയൊക്കെ അവൈലബിൾ ആണ്, അങ്ങനെ ഒരുപാട് കഴിക്കരുത്. നമ്മളിവിടെ ഒരു റമദാൻ പ്ലേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് ദ പ്ലേറ്റ് മാത്രമായിട്ട് നമ്മൾ റൈസ് ഐറ്റംസ് ചുരുക്കുക. 1/4 ലീൻ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വൈറ്റ് പ്രോട്ടീൻസ് എന്ന് പറയുന്ന, വൈറ്റ് മീറ്റ് എന്നൊക്കെ പറയുന്ന ചിക്കൻ, ഫിഷ് അതിലേക്ക് ഒതുങ്ങുക. പിന്നെ നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ സലാഡും ഒക്കെ ആയിരിക്കണം ഒരു ഹാഫ് പോർഷൻ ഓഫ് ദ പ്ലേറ്റ്. ആ പ്ലേറ്റ് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം, ചെറിയൊരു ഫ്രൂട്ടിൻ്റെ പോർഷൻ. ഈ രീതിയിൽ ലളിതമായിട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല എന്നറിയാം. എന്നാലും അധിക ദിവസങ്ങളും നിങ്ങൾ ഈ രീതിയിൽ കൊണ്ടുപോയാൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. അപ്പോൾ റമദാൻ ഈസ് എ മന്ത് ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് ഫീസ്റ്റിംഗ്. ഫീസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇഫ്താറാണ്. അപ്പോൾ അത് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഷുഗർ സ്പൈക്ക് ചെയ്യാതെ, മോശമാവാതെ, ഷുഗറും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാസമാക്കി റമദാൻ മാസം മാറ്റാം. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. Stay healthy. Follow for more.